ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർട്ട് ചാരുഡിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങൾ എന്താണ് ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നതാണ്. ഓക്കെ, സോ നമ്മൾക്ക് നോക്കിയാലോ. ഇന്ന് ഞാൻ പൈലായിട്ട് വെക്കുന്നില്ല. നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് ഇതിലുണ്ടായിരിക്കും. നമുക്ക് നോക്കാം നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നത്. ഓക്കെ, അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതായിരിക്കും കുറച്ചും കൂടി ഈസി. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ഏസ് ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട്, കിങ് ഓഫ് വാൺസ്, 7 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, 6 ഓഫ് സോഡ്സ്, ഏസ് ഓഫ് പെൻറ്റിക്കിൾ, 8 ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, നൈറ്റ് ഓഫ് കപ്പ്, 2 ഓഫ് വൺസ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഏസ് ഓഫ് സോഡ്സും കിങ് ഓഫ് വാൺസുമാണ്. നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. മേ ബി റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ട്. ഫാമിലി ആയിട്ടോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ നിന്നും ഒരു കോണ്ടാക്റ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ചിലർക്ക് മേ ബി ഒരു ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ജോലി കിട്ടുന്നതിൻ്റെയോ ഒരു ജോബ് ഓഫറിൻ്റെയോ ഒരു മെസ്സേജ് കോളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ കൂടുതലും എനിക്ക് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടും ഫാമിലി ഇഷ്യൂസ്, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് പറഞ്ഞു തീർക്കാൻ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ മനസ്സ് കാണിക്കുന്നു. കഴിഞ്ഞു പോയ കാര്യങ്ങൾ മറക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ, അത് വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ഓക്കെ, എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതെല്ലാം പറഞ്ഞു തീർത്ത് മുന്നോട്ടേക്ക് പോകാൻ ഒരാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഹീലാകുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. അതേപോലെ തന്നെ ഒരു പുതിയ തുടക്കം, ആ വ്യക്തിയുമായിട്ട് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുകയും നേരിട്ട് കാണാനുള്ള ഒരു ചാൻസും ആ ഒരു പേഴ്സണായിട്ട് തന്നെ ഫ്യൂച്ചർ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ചാൻസും ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകാനുള്ള ഒരു ചാൻസൊക്കെ കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് 1 വീക്കിൽ തന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. അടുത്തതായിട്ട് കിങ് ഓഫ് വാൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ കുറേയും കൂടി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. മേ ബി നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടാവണം എന്നില്ല. എന്നാലും നിങ്ങൾ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന സിറ്റുവേഷൻ കാണിക്കുന്നു. ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതിനെ പറ്റി പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കുന്നൊരവസ്ഥ കാണിക്കുന്നു. ഒരുപാട് അവസരങ്ങൾ മുന്നോട്ടേക്ക് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടുതരുന്നൊരവസ്ഥ, ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. സ്റ്റഡീസിനായിക്കോട്ടെ, അതേപോലെ തന്നെ വേറൊരു കോളേജ്, ഒരു അഡ്മിഷൻ, എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടാനും അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പാസ്പോർട്ട്, വിസ, ട്രാവൽ ചെയ്യുന്നതിനെ പറ്റിയിട്ട്, ഒരു വീട് വെക്കുന്നതിനെ പറ്റിയിട്ട്, വാഹനം വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ട്, ഒരു ജോലിയിലൊരു മാറ്റത്തിനെ പറ്റിയിട്ടോ, ഒരു ചേഞ്ച്. ഓക്കെ, ആ ഒരു മാറ്റത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുടെ സൈഡിൽ നിന്നും ചെയ്യാം അത് നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ഏറ്റവും എത്രമാത്രം നിങ്ങൾക്കതിൽ എഫേർട്ട് ഇടാൻ സാധിക്കും അത് നിങ്ങൾ ഇടാൻ തയ്യാറാകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. എക്സാംസിനൊക്കെ വേണ്ടിയിട്ടും കുറേയും കൂടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി ഉണ്ടെങ്കിലും വീണ്ടും ഒരു ഇൻകം കൂടി വേണം, കുറച്ചും കൂടി സ്റ്റേബിൾ ആകണം, കുറച്ചും കൂടി ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഐഡിയാസ്, കാര്യങ്ങൾ, സ്വന്തമായിട്ടൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ സ്വന്തമായിട്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് തിരിയാനോ ഉള്ളൊരു ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. പുതിയ പുതിയ ഐഡിയാസൊക്കെ വരുന്നതും അത് വർക്കൗട്ട് ആകുന്നതും അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു സമയവുമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. 777 എടുത്ത് കാണിക്കുന്നുണ്ട്, അതൊരു ലക്കിനെ കൂടി സൂചിപ്പിക്കുന്ന നമ്പറാണ്. 6 ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്, 7 ഓഫ് കപ്സ് വിത്ത് 6 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകും, മാറ്റങ്ങളുണ്ടാകും, തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നൊരു സിറ്റുവേഷൻ. നിങ്ങൾക്ക് ആരുടെങ്കിലും അടുത്ത് ദേഷ്യമോ പകയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂണിവേഴ്സായിട്ട് തന്നെ ഹീലാക്കി തരുന്നൊരു സിറ്റുവേഷൻ. വേറൊരു സ്ഥലത്തേക്ക് മാറാനുള്ളൊരു ചാൻസ്, മേ ബി ഒരു ട്രിപ്പോ ഒരു ട്രാവലോ ജോലിപരമായോ കുറച്ച് നാളൊന്ന് മാറി നിൽക്കുന്നൊരു സിറ്റുവേഷനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ വളരെ പോസിറ്റീവായിട്ടാണ് ഇവിടെ ഓരോ
ഓരോ കാർഡ്സും കാണിച്ചിട്ടുള്ളത് ഒരു പോസിറ്റീവ് ചേഞ്ചാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഫാമിലി ആയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നൊരവസ്ഥയും സമാധാനം ഫാമിലിയിൽ ഉണ്ടാകുന്നൊരവസ്ഥയും കാണിക്കുന്നു. ഏസ് ഓഫ് പെൻറ്റിക്കിൾ കാണിക്കുന്നുണ്ട്. 11111 ഏഞ്ചൽ നമ്പർ ഒരു പുതിയ തുടക്കത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ അത്രമാത്രം ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. യൂണിവേഴ്സിനടുത്ത് പറഞ്ഞിട്ടുള്ളതോ എഴുതി മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളതോ വിഷ്വലൈസ് ചെയ്തിട്ടുള്ളതോ പ്രാർത്ഥിച്ചിട്ടുള്ളതോ ആയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു മാറ്റത്തിൻ്റെ സമയം ഇവിടെ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് യൂണിവേഴ്സായിട്ട് എനിക്കിവിടെ ഒരു മെസ്സേജ് തരുന്നത്. കുറേയും കൂടി ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ഇല്ലാതെ എല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആ ഒരു തടസ്സം മാറി കിട്ടുന്ന ഒരു അവസ്ഥ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, 8 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിങ്ങൾ ഇപ്പോഴും ദുഃഖിക്കുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ മുന്നോട്ടേക്കും ജീവിക്കണം എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞു പോയ കാര്യങ്ങളോ നഷ്ടങ്ങളോ, നഷ്ടപ്രണയം, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും ജോലി നഷ്ടമോ, സാമ്പത്തിക പ്രതിസന്ധിയോ കാര്യങ്ങളോ എല്ലാം തന്നെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അത് 8 ഓഫ് കപ്സ് കാർഡ്സിൽ കാണാൻ സാധിക്കുന്നുമുണ്ട്. സോ അതിലൊന്നും സ്റ്റക്കാവാതെ നിങ്ങൾ വീണ്ടും ഒന്നേ എന്ന് പറഞ്ഞ് തുടങ്ങാൻ തയ്യാറാകുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. നല്ല നല്ല അവസരങ്ങൾ 2 വീക്സ് 2 മന്ത്സ് സമയത്തൊക്കെ തന്നെ വന്നു ചേരും. ഒരു പ്രപ്പോസൽ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്കും 2 മാസം സമയം നല്ലതാണ്. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷനും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൾറെഡി ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ള ഒരു ചാൻസും കാണിക്കുന്നുണ്ട്. അത് ട്വിൻ ഫ്ലെയിമിലുള്ളവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. അതായത് അത്രത്തോളം അറ്റാച്ച്മെൻറ്റും അതേപോലെ തന്നെ പല ഇഷ്യൂസും ഒരു സെപ്പറേഷൻ വരുമ്പോഴുണ്ടാകുന്നൊരു മെൻ്റൽ ട്രോമയും ട്വിൻ ഫ്ലെയിമിലുള്ളവർക്ക് ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. സോ ട്വിൻ ഫ്ലെയിം ജേർണിയിലാവാനും നിങ്ങൾ സ്പിരിച്വൽ വെയിലാവാനുള്ള ഒരു ചാൻസും ഇവിടെ കാണിക്കുന്നു. എൻഗേജ്മെൻറ്റ്, മാരേജ്, ഇപ്പോൾ സിംഗിൾസിനൊക്കെയും പോസിറ്റീവാണ്. എല്ലാം ട്വിൻ ഫ്ലെയിം ആവണം എന്നില്ല, സോൾമേറ്റ് കണക്ഷൻസും ഉണ്ട്. സോ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു മെസ്സേജാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കടൽ കടന്നൊരു ലോങ് ഡിസ്റ്റൻസ് ആവാനുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട്. നല്ലൊരു ജോലിയും, നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഫ്യൂച്ചർ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു പേഴ്സൺ തന്നെയായിരിക്കും. ഇവിടെ ലോങ് ഡിസ്റ്റൻസ് ഭയങ്കരമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും കാണണമെന്ന് വിചാരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഫാമിലി ആയിട്ടുള്ളൊരു സമയം നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനോ, എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യാനോ, ട്രിപ്പ് പോകാനോ പറ്റുന്നൊരു സിറ്റുവേഷൻ, നിങ്ങളുടെ അടുത്ത ആരെങ്കിലും നിങ്ങളെ ഉടനെ മീറ്റ് ചെയ്യാനോ, അവർ നാട്ടിലേക്ക് വരാനോ, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാനോ ഉള്ളൊരു ചാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഓരോ കാർഡ്സും അത്രത്തോളം പോസിറ്റീവായിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നല്ലൊരു ഗുഡ് ഫോർച്യൂൺ, ഒരു തുടക്കമാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. നിങ്ങൾ അതിന് വില്ലിങ് ആവുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ചേഞ്ച്. നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെയും മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെയും നിങ്ങൾക്കെല്ലാം ക്ഷമിക്കാൻ കഴിയുന്നു. അതൊരു ഹീലാകുന്നതിൻ്റെ സൂചനയാണ്. നിങ്ങൾക്കെല്ലാം ക്ഷമിക്കാൻ കഴിയുക, ഒരു റിവെഞ്ച് മൈൻഡൊക്കെ മാറി. അതിപ്പോൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. അത് മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അല്ലാതെ നമ്മളായിട്ട് തിരിച്ച് ആരെടുത്തും ഒന്നും ചെയ്യാൻ പോകേണ്ടതായിട്ടില്ല. ഒരു പോസിറ്റീവ് ചേഞ്ചാണ് ഇവിടെ കാണിക്കുന്നത്. ഒരുപാട് നഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഞാനത് 100% യോജിക്കുന്നു. 100% എനിക്കത് കാഴ്ചയിൽ കാണാൻ സാധിക്കുന്നുമുണ്ട്. പക്ഷേ എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ? പക്ഷെ ആ ഒരു ട്രോമയിൽ നിങ്ങൾ സ്റ്റക്കാവാതെ ഇനിയെങ്കിലും മുന്നോട്ടേക്ക് പോകണം എന്നൊരു ഉറച്ച തീരുമാനമാണ് എനിക്ക് കാഴ്ചയിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ എന്താണോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അതിൽ ഫോക്കസ് ചെയ്യുക. മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അത് നടക്കും, ഫോർ ഷുവറാണ്. ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ പോസിബിൾ ആകുന്നുണ്ട്. നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ, സ്വപ്നം കണ്ടോളൂ. നിങ്ങളുടെ ഡ്രീം എന്താണോ അതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിങ്. ആൻഡ് ഫ്രീ റീഡിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത ദിവസമായിട്ട് ഞാൻ അനൗൺസ് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് ഇനി ആരെങ്കിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന്
എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കാര്യവും കോമൻറ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റി, നിങ്ങളുടെ സിറ്റുവേഷൻ, വാട്ടെവർ നിങ്ങൾക്കത് കോമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വിന്നറാകണം, ഫ്രീ റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമൻറ്റ് ചെയ്യുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ സിറ്റുവേഷൻ പറഞ്ഞും പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിനായി വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോളിംഗ് സ്ലോട്ടും നോർമൽ സ്ലോട്ടും ഉണ്ട്, ആൻഡ് റേക്കി ഹീലിംഗ് സ്ലോട്ടും ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ടേക്ക് കെയർ, ബൈ.